മിഷൻ കേരളയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത്. കേരളത്തിലെ വികസനം പുതിയ ദിശാബോധം കൈവരിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. എന്റെ സുഹൃത്തുക്കളെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. പുത്തിരിക്കണ്ടത്തെ പൊതുസമ്മേളനത്തിൽ അമൃത് ഭാരത് അടക്കം 4 ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കോർപ്പറേഷൻ ഭരണം പിടിച്ച ബിജെപിയുടെ ആവേശം ഇരട്ടിയാക്കി ഓവർബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. പുത്തരിക്കണ്ടം മൈതാനത്തെ ഔദ്യോഗിക വേദിയിൽ കേന്ദ്ര പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 3 അമൃത് ഭാരത് എക്സ്പ്രസുകൾ ഉൾപ്പെടെ 4 ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. മലയാളത്തിൽ പ്രസംഗം തുടങ്ങിയ പ്രധാനമന്ത്രി സദസ്സിന്റെ ആവേശം കൂട്ടി. സുഹൃത്തുക്കളെ എന്ന് അഭിസംബോധന ചെയ്താണ് ഓരോ പദ്ധതികളും പ്രഖ്യാപിച്ചത്. തന്റെ പഴയ സുഹൃത്താണ് വി രാജേഷ് എന്ന് മോദി പ്രസംഗത്തിനിടെ പറഞ്ഞു. കേന്ദ്ര പദ്ധതികൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം എന്ന സ്വപ്നം പൂർണ്ണമാകുകയുള്ളൂ എന്നും കൂട്ടിച്ചേർത്തു. വികസിത് കേരള സേ ഹി വികസിത് ഭാരത് കാ സപ്ന പൂരാ ഹോഗാ. इसमें केंद्र सरकार पूरी शक्ति से केरला के लोगों के साथ खड़ी है. കേരളത്തിന് പദ്ധതികൾ അനുവദിച്ചതിൽ പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ കൂടുതൽ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. This is a cherished moment of satisfaction to the state government as we have been consistently seeking the union government's green signal for many of these projects. I take this opportunity to express our sincere gratitude to the Honorable Prime Minister for having cleared these projects. I hope this concern and goodwill gesture will continue to be shown to Kerala in the times to come too. പൊതുസമ്മേളനത്തിൽ PM സ്വാനിധി ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തു. ശ്രീചിത്രയിൽ റേഡിയോളജി ചികിത്സാ സെന്ററിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.